അന്ന് പെയ്ത മഴയിൽ ഭാഗം 10. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. കൊന്നു, ആദിത്യ പറഞ്ഞു. വർഷ ഞെട്ടിപ്പോയി. ആര്? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ എൻ്റെ ഈ കൈകൾ കൊണ്ട്. ആദിത്യ വല്ലാത്തൊരു മുഖഭാവത്തോടെ വർഷയെ നോക്കി പറഞ്ഞു. വർഷ ഞെട്ടിത്തരിച്ചു നിന്നു. അവൻ്റെ കണ്ണിൽ നിന്നും ചുടുകണ്ണീരൊലിച്ചിറങ്ങി. ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് വന്ന സമയം. അന്ന് നല്ല മഴ പെയ്ത് തോർന്ന ദിവസമായിരുന്നു. കുളപ്പുരയിൽ സവിത തുണി നനച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെന്നു. ഞാനും ദേവനും പ്രിയേച്ചിയും വെളിയിൽ പോവുകയാണ്, വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ. എൻട്രൻസ് പരീക്ഷ അടുത്തതിനാൽ പഠിക്കാനുണ്ട്, വരുന്നില്ല എന്നവൾ പറഞ്ഞു. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. പോവാൻ നേരം അവൾ എന്തോ പറഞ്ഞെന്നെ കളിയാക്കി. അത് കേട്ടപ്പോൾ അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പടവിലിരുന്ന അവളെ ഞാൻ കുളത്തിലേക്ക് പിടിച്ചു തള്ളി. പടവിൻ്റെ അരികിൽ തന്നെയാണ് അവൾ വീണത്. ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി. എനിക്ക് നീന്താൻ അറിയില്ല അപ്പേട്ടാന്ന് അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടും കളിയാക്കിയതല്ലേ, അവിടെ കിടന്ന് വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അവിടുന്ന് നേരെ ഞാനും ദേവനും പ്രിയേച്ചിയും കവലയിലും കടകളിലുമൊക്കെ ചുമ്മാ കറങ്ങാൻ പോയി. അവൾക്ക് നീന്തൽ ഒരുവിധം വശമുണ്ടായിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. കുളത്തിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ദൂരം പോയില്ലെങ്കിലും പടവിൻ്റെ അരികിലിടയ്ക്ക് നീന്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് ഞാനങ്ങനെ ചെയ്തത്. നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞ് അവളെന്നെ കളിപ്പിക്കുവാണെന്നേ ഞാൻ കരുതിയുള്ളൂ. ഇടയ്ക്കൊക്കെ ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അവൾ അങ്ങനെ കുറേ കുസൃതികൾക്ക് കാണിക്കുമായിരുന്നു. പക്ഷെ അന്ന് നല്ല മഴ പെയ്തതുകൊണ്ട് കുളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. പടവിലും നല്ല വഴുക്കലുണ്ടായിരുന്നു. എങ്കിലും പടവിൻ്റെ അരികിൽ തന്നെ ആയതുകൊണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോകുമെന്നായിരുന്നു എൻ്റെ ചിന്ത. വെളിയിൽ പോയി കറങ്ങി കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നതും വീട് നിറയെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. കാര്യമെന്തെന്ന് മനസ്സിലാവാതെ നിന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് ആരൊക്കെയോ ചേർന്ന് ജീവനറ്റ അവളുടെ ശരീരം കൊണ്ടുവരുന്നത് കണ്ടു. കുളത്തിൽ വീണ് മരിച്ചതാണെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു. വേറെ ചിലർ പറയുന്നു ആരോ തള്ളിയിട്ട് കൊന്നതാണെന്ന്. കേട്ടത് വിശ്വസിക്കാനാവാതെ മരവിച്ച് നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എനിക്ക് നീന്തൽ അറിയില്ല അപ്പേട്ട എന്നുള്ള അവളുടെ വിളി എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എല്ലാവരിൽ നിന്നും ഓടി ഒളിക്കാനെന്ന പോലെ ഞാൻ എൻ്റെ മുറിയിലേക്ക് ഓടി. മുറിയിൽ പോയി കട്ടിൽ കയറി കിടന്നു. അലറിക്കരയണമെന്നുണ്ടായിരുന്നു എനിക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയും സതിയാൻ്റെയും മായാൻ്റെയും എൻ്റെ മുറിയിലേക്ക് വന്നു. അവരെ കണ്ടതും അവളെ ഞാനാണ് കുളത്തിലേക്ക് തള്ളിയിട്ടതെന്നും അറിയാതെ ചെയ്തു പോയതാണെന്നും പറഞ്ഞ് സതിയാൻ്റിയുടെ കാല് പിടിച്ച് ഞാൻ വാവിട്ട് കരഞ്ഞു. ഒരു പൊട്ടിത്തെറിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ സതിയാൻ്റി എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ഒരിക്കലും മോൻ്റെ നാവിൽ നിന്നും ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവരുതെന്നും തങ്ങളോട് പറഞ്ഞതുപോലെ ദേവനോടോ പ്രിയയോടോ മറ്റാരോടോ ഒന്നും പറയരുതെന്നും സതിയാൻ്റി പറഞ്ഞു. സ്വന്തം മക്കളെ പോലെ, ഒരുപക്ഷെ സവിതയേക്കാളേറെ ആ സ്ത്രീ എന്നെയും ദേവനെയും പ്രിയേച്ചിയെയും സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന് എന്നെ ശിക്ഷിക്കാൻ അവർക്കാകുമായിരുന്നില്ല. ഞാൻ സവിതയെ കുളത്തിലേക്ക് പിടിച്ച് തള്ളിയിടുന്നത് അവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്ന മായാൻ്റി കണ്ടിരുന്നു. പിന്നീട് അമ്മ പറഞ്ഞാണ് ഞാനതറിഞ്ഞത്. ഞങ്ങളുടെ വഴക്കും തമാശകളൊക്കെ അറിയാവുന്നതുകൊണ്ടും സവിതയ്ക്ക് നീന്തൽ അറിയാമെന്ന ധാരണയിലും മായാൻ്റിയും അത് കാര്യമാക്കാതെ അവരുടെ വീട്ടിലേക്ക് പോയി. സവിത മരിച്ച അന്ന് മായാൻ്റി പറഞ്ഞാണ് ഈ വിവരം അച്ഛനും അമ്മയും സതിയാൻ്റിയും അറിഞ്ഞത്. പേടിച്ച് വിറച്ചിരുന്ന എന്നെ കാണാൻ അവർ 3 പേരും മുറിയിലേക്ക് വന്നു. അച്ഛനും ജയശങ്കർ അങ്കിളും എൻ്റെ നേർക്ക് അന്വേഷണങ്ങളൊന്നും വരാതിരിക്കാൻ അന്ന് കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസർമാർക്കും പിന്നെ സവിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്കും കാശ് വാരിക്കോരി കൊടുത്തു. അതോടെ സവിതയുടെ മരണത്തിൽ യാതൊരു ദുരൂഹതയില്ലെന്നും അതൊരു നാച്ചുറൽ ഡെത്താണെന്നും അവർ റിപ്പോർട്ട് എഴുതി. പിന്നീട് ഞങ്ങളെല്ലാവരും അമേരിക്കയിലേക്ക് തിരികെ പോയി.
പിന്നീടുള്ള വെക്കേഷനൊന്നും ഞാൻ നാട്ടിൽ വരാതെയായി. അച്ഛനും അമ്മയും പ്രിയേച്ചിയും ജയശങ്കറങ്കിളും മായാൻറ്റിയൊക്കെ പോകുമ്പോൾ ഞാൻ മാത്രം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിൽക്കും. ഞാൻ പോവാത്തത് കൊണ്ട് ദേവനും എനിക്ക് കൂട്ടായിട്ട് നിൽക്കുമായിരുന്നു അമേരിക്കയിൽ. ദേവനോടോ പ്രിയേച്ചിയോടോ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ സത്യമൊന്നും. ഓരോ പ്രാവശ്യം മഴ പെയ്യുന്നത് കാണുമ്പോൾ ആ ദിവസവും സവിതയുടെ അപ്പേട്ട എന്നുള്ള വിളിയും ഓർമ്മ വരും. പിന്നീട് ഒരുതരം ശ്വാസം മുട്ടലാണ്, നെഞ്ചിനകത്ത് ഒരുതരം വിങ്ങലാണ്. ആ കുളം അതെന്നും എനിക്കൊരു പേടി സ്വപ്നാണ്. അന്ന് പെയ്ത മഴയിൽ തമാശയ്ക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. അതിനിത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. അന്ന് ഞങ്ങൾ വെളിയിൽ ചിരിച്ചു കളിച്ച് നിന്നപ്പോൾ അത്രയും നേരം അവൾ കുളത്തിൽ സ്വന്തം ജീവന് വേണ്ടി കിടന്ന് പിടയുകയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ആദിത്യ വർഷയുടെ മുൻപിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. വർഷയ്ക്ക് ഒരേ സമയം അവനോട് ദേഷ്യവും സഹതാപവും തോന്നി. അവൾ നിലത്ത് അവൻ്റെ അടുത്തിരുന്നു. അവനെ മെല്ലെ അവളുടെ മടിയിലേക്ക് പിടിച്ചു കിടത്തി. അവനൊരു കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ മടിയിൽ തലവെച്ച് ചുരുണ്ടുകൂടി കിടന്നു. ഇടയ്ക്കിടയ്ക്ക് അവനെ ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ മുടിയിൽ വിരലോടിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ചായ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന വർഷയെയും ആദിത്യനെയും പ്രിയ കണ്ടു. അവരവളെ കണ്ടതുമില്ല. പ്രിയ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ഒരു വൈകുന്നേരം എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അടുത്ത മാസം വിഷുവാണ്, ആദിത്യയും പ്രിയയും നാട്ടിലുള്ളതുകൊണ്ട് ഇത്തവണ വിഷു കെങ്കേമാക്കണമെന്ന് മുത്തശ്ശി സതിയോട് പറഞ്ഞു. അപ്പോഴാണ് പ്രിയ അവളുടെ ഒരാഗ്രഹം അറിയിച്ചത്. അമേരിക്കയിൽ നിന്നും ജയശങ്കറിനോടും മായയോടും ജയദേവനോടും കൂടി വരാൻ പറയണമെന്നും എല്ലാവരും ഒന്നിച്ച് പണ്ട് ആദിത്യൻ്റെയും പ്രിയയുടെയും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ കൂടിയതുപോലെ വിഷു ആഘോഷിക്കണമെന്നും അവൾ പറഞ്ഞു. ആദിത്യ അവരെ വിളിച്ച് സംസാരിക്കാമെന്നേറ്റു. അന്ന് തന്നെ ആദിത്യ ജയശങ്കറിനെ വിളിച്ച് സംസാരിച്ചു. അടുത്ത മാസത്തേക്ക് തന്നെ അവർക്ക് 3 പേർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തോളാമെന്നും ആദിത്യ അറിയിച്ചു. എന്നിട്ട് വിഷുവിന് മുൻപ് അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. വിഷുവിന് ഒരാഴ്ച മുൻപ് അവർ 3 പേരും ആദിത്യൻ്റെ തറവാട്ടിലെത്തി. ആദിത്യാണ് അവരെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. മായ പ്രിയയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പ്രിയേച്ചിയുടെ കാര്യം ഇവിടെ മുത്തശ്ശിക്ക് അറിയില്ല. സതിയാൻ്റെയും വർഷയും അതുപോലെ കെയർഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരോടും ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് മായാൻ്റിയോട് പറയണം. ആദിത്യ ജയദേവനോട് സ്വകാര്യമായി പറഞ്ഞു. നീ ടെൻഷനാവണ്ട, ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. ജയദേവൻ അവനെ സമാധാനിപ്പിച്ചു. കുളിച്ച് ഫ്രഷായിട്ട് അവരെല്ലാവരും ഊണ് കഴിക്കാനിരുന്നു. ആദിത്യ വർഷയുടെ കാര്യം അവരോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വർഷയെ നേരിട്ട് കണ്ടതും ജയശങ്കറും മായയും ദേവനും അമ്പരന്നു. ഈ കുട്ടിക്ക് നമ്മുടെ സവിതയുടെ ചായ ഉണ്ടല്ലേ അമ്മേ? മായ അത്ഭുതത്തോടെ മുത്തശ്ശിയോട് പറഞ്ഞു. അതെ അതെ, മുഖത്ത് എവിടേക്കോ നല്ല സാമ്യമുണ്ട്. എന്നാലും എൻ്റെ സവിതയുടെ അത്ര ഐശ്വര്യം ഇല്ല കേട്ടോ. മുത്തശ്ശി പറഞ്ഞത് കേട്ട് വർഷ അവരെ നോക്കി മുഖം വീർപ്പിച്ചു. ചുമ്മാ പറഞ്ഞതാ കൊച്ചേ, നീയും അവളെപ്പോലെ നല്ല സുന്ദരി കുട്ടി തന്നെയാ. മുത്തശ്ശി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വർഷ എല്ലാവരെയും പരിചയപ്പെട്ടു. സതിക്ക് നടുവേദന ആയതുകൊണ്ട് അവരൊന്നും വന്നില്ല. വർഷയാണ് വിരുന്നുകാർക്കെല്ലാം ആഹാരം വിളമ്പിക്കൊടുത്തത്. വർഷയെ നേരിട്ട് കണ്ടതു മുതൽ ജയശങ്കറിന് അവളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. ജയശങ്കറിൻ്റെ നോട്ടം അത്ര ശരിയല്ലെന്ന് വർഷയ്ക്ക് മനസ്സിലായി. ആരും കാണാതെ അയാൾ തൻ്റെ ശരീരം കണ്ണുകൾ കൊണ്ട് കൊത്തിപ്പറിക്കുന്നത് അവൾ കണ്ടു. സഹിക്കാൻ വയ്യാതായപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും തൻ്റെ മുറിയിലേക്ക് പോയി. ഞങ്ങൾ ഇന്ന് തന്നെ അപ്പുറത്തേക്ക് പോവുക, മായ മുത്തശ്ശിയോട് പറഞ്ഞു. തറവാടിൻ്റെ തൊട്ടപ്പുറത്തൊരു മതിലിനപ്പുറത്തായിരുന്നു ജയശങ്കറിൻ്റെ വീട്. നിങ്ങൾ ഇന്നല്ലേ വന്നേ, കുറച്ച് ദിവസം ഇവിടെ താമസിക്കുക. വർഷയോട് പറഞ്ഞ് ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാം. വല്ല പാമ്പോ പഴുതാരയൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം, മുത്തശ്ശി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ആദിത്യ വർഷയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ കട്ടിലിൽ തൻ്റെ ഫോൺ നെഞ്ചോട് ചേർത്ത് കിടക്കുകയായിരുന്നു. എന്തു പറ്റി നിനക്ക്? എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? ആദിത്യനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു.
ഫോൺ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവൻ കണ്ടു. വർഷയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദിത്യ ചോദിച്ചു. ഒന്നുമില്ല. വർഷ ആദിത്യൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. പനിയുണ്ടോ നിനക്ക്? ആദിത്യ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ആദിത്യ വീണ്ടും ചോദിച്ചു. ചെറിയൊരു തലവേദന, കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ, അപ്പം മാറും, വർഷ പറഞ്ഞു. അവളോട് വിശ്രമിച്ചു കൊള്ളാൻ പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി. അവിടെ അവനെ കാത്ത് ജയദേവൻ നിൽപ്പുണ്ടായിരുന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.